നമസ്കാരം. ഞാൻ മനോജ് കാന, ഗദ്ദ സിനിമയുടെ ഡയറക്ടറാണ്. ഗദ്ദ സിനിമയെ ഇത്രയും റീച്ചിലെത്തിച്ച് ഹിറ്റാക്കി മാറ്റിയിട്ടുള്ള മുഴുവൻ പ്രേക്ഷകർക്കും ആദ്യമേ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ പടം പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുള്ള OTT പ്ലാറ്റ്ഫോം മനോരമ മാക്സിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു റിയൽ സ്റ്റോറീൻ്റെ ബേസിസിൽ ഒരു ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രൊഡ്യൂസർ അബ്ദുൽ നാഫർ സാർ വളരെ സീരിയസ് ആയി തന്നെ ഇതിനെടുക്കുകയും ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിൽ വളരെ സജീവമായി സാറ് നിന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പിന്തുണ. അതോടൊപ്പം ഇങ്ങനെ വളരെ ബോൾഡായിട്ടുള്ള വളരെ കനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് ഉള്ള നടിയെ അന്വേഷിച്ചപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത് ശ്രീമതി ആശാ ശരത്താണ്. ആശാ ശരത്തിനോട് ഈ സ്റ്റോറി ഞാൻ ആദ്യം പറയുന്നത് ഫോണിലൂടെയാണ്. അപ്പോൾ തന്നെ ചേച്ചി വളരെ ആകാംക്ഷയോടുകൂടി ഇത് റിയൽ സ്റ്റോറി കൂടിയാണ് എന്ന് അറിഞ്ഞപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി പല കാര്യങ്ങൾ ചോദിച്ചറിയുകയും അപ്പോൾ തന്നെ ഇത് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു. വളരെ യാദൃശ്ചികമായി ആശാ ശരത്തിൻ്റെ മകൾ ഉത്തര ശരത്തും ഈ ക്യാരക്ടറിൻ്റെ ആശാ ശരത്തിൻ്റെ ക്യാരക്ടറിൻ്റെ മകളായിട്ട് ഉത്തര ശരത്തിനെ തന്നെ കാസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ ക്യാൻവാസിൽ അതുപോലെ നമ്മുടെ സുധീർ കർമാന, സുദേവ് നായർ, ഒരു നല്ലൊരു ടീം വർക്കായിട്ട് തന്നെ ഈ പടം വിജയിപ്പിക്കാൻ സാധിച്ചു. ഇത് വളരെ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത്രയും ഭീകരമായ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ കേരളക്കരയിൽ നടക്കുന്നുണ്ട്. ഈ പടം കണ്ട മുഴുവൻ ആളുകളെയും ഈ പടം സ്വാധീനിച്ചു എന്നുള്ളത് പല റീലുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ചില നെഗറ്റീവ് റീൽസും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ ഒരു കപട സദാചാര ബോധവും കുടുംബ സംവിധാനത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ചില തെറ്റിദ്ധാരണകളെല്ലാം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും അവരെയും ഈ പടം വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും റീൽസും അഭിപ്രായങ്ങളും ഒക്കെ വന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനൊരു വിഷയം വളരെ ഗൗരവത്തോടെ കേരളം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട്. ഇനിയും കാണാൻ ബാക്കിയുള്ളവർ അത്രയും പെട്ടെന്ന് കാണുക. ഇത് നമ്മുടെ ഒരു വലിയ പൊതു പ്രശ്നമാണ് കേരള സമൂഹത്തിലെ. ആ അർത്ഥത്തിൽ തന്നെ അതെടുക്കുക. നന്ദി, നമസ്കാരം.